ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷെയ്ൻ ഉഴപ്പനാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നേരം പിന്നെ എനിക്കുള്ള ധൈര്യം എന്ന് വെച്ചാൽ ഷെയ്ൻ നേരെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് കേട്ടതായിരുന്നു ധൈര്യം, പിടിച്ചോണ്ട് പോകല്ലോ. ആ പക്ഷേ സിനിമയിൽ വന്നപ്പം എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സിനേക്കാളും അല്ലെങ്കിൽ അവരോടൊപ്പം ഇത്ര മര്യാദക്കാരനെ പറ്റിയൊക്കെയാണ് ആൾക്കാർ പറഞ്ഞതെന്നൊക്കെ ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്. അതെ, ഇത് കഴിഞ്ഞ് ജിത്തു ജോസഫ് ഞാൻ വളരെ ഇഷ്ടപ്പെടും. അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അദ്ദേഹം എന്നോട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, സന്തോഷം ഈ ഷെയ്നെ പറ്റിയാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സാറേ ഇതാണ് നമ്മുടെ നാട്. ഞാൻ ഷെയ്ൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. എൻ്റെ കൂടെ ഒരു പടത്തിൽ കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന ടൊവിനോയും സൗബിനും മാത്രം, രാജേഷ് മാധവനും മാത്രമേ ഉള്ളൂ. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ആ കാര്യത്തിൽ മമ്മൂക്കായാണ് ഫോളോ ചെയ്യുന്നത്. കാര്യം അദ്ദേഹം ഒത്തിരി പുതിയ ഡയറക്ടേഴ്സിന് അവസരം കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ നമുക്ക് അഭിമാനിക്കാൻ എന്തുമാത്രം ഡയറക്ടേഴ്സാണ് മമ്മൂക്ക വരി വന്നേക്കുന്നത്. ആഷിഖ് അബു, അൻവർ റഷീദ്, അമൽ നീരജ്, അങ്ങനെ ഇപ്പം ഒത്തിരി പേരുണ്ട്. അന്നേരം ഷെയ്ൻ എന്ന നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പം ഇതിനകത്തൊരു വലിയ കോയിൻസിഡൻസ് വെച്ചാൽ ഈ സിനിമയുടെ കഥ പറയുന്ന സമയത്ത് ഷെയ്ൻ എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തായിരുന്നു. നേരം ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷെയ്ൻ ഉഴപ്പനാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരം പിന്നെ എനിക്കുള്ള ധൈര്യം എന്ന് വെച്ചാൽ ഷെയ്ൻ നേരെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് കേട്ടതായിരുന്നു ധൈര്യം, പിടിച്ചോണ്ട് പോകല്ലോ. ആ പക്ഷേ സിനിമയിൽ വന്നപ്പം എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സിനേക്കാളും അല്ലെങ്കിൽ അവരോടൊപ്പം ഇത്ര മര്യാദക്കാരനെ പറ്റിയൊക്കെയാണ് ആൾക്കാർ പറഞ്ഞതെന്നൊക്കെ ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്. അതെ, ഇത് കഴിഞ്ഞ് ജിത്തു ജോസഫ് ഞാൻ വളരെ ഇഷ്ടപ്പെടും. അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അദ്ദേഹം എന്നോട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, സന്തോഷം ഈ ഷെയ്നെ പറ്റിയാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സാറേ ഇതാണ് നമ്മുടെ നാട്. ഇത് ആവശ്യമില്ലാത്ത ഒരു കാര്യം പറയും. അത് നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്ന പോലെയാണ് ഏത് ഇൻഡസ്ട്രി അല്ലേ, ഏത് ഇൻഡസ്ട്രിയും അങ്ങനെയാണ് പോകുന്നത്. ഞാനിപ്പോൾ നാളെ ഉണ്ണിയോട് മോശമായിട്ട് ഇടപെട്ട ഉണ്ണി എന്നോട് മോശമായിട്ട് ഇടപെടും. തീർച്ചയായിട്ടും ഇതൊരു ലോകം അങ്ങനെയാണ്. ഒന്നും പറയാനില്ല. എന്റെ ഷെയ്ൻ പറഞ്ഞ് ഒത്തിരി അനുഭവിച്ചാണ്. അതാ അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഷെയ്ൻ ശരിക്കും യഥാർത്ഥത്തിൽ നടനാണോ അല്ലെങ്കിൽ ജീവിതാന്വേഷണത്തിനുള്ള യാത്രയ്ക്കിടയിൽ ആകർഷകമായി നടനായിപ്പോയതാണോ? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. അല്ല, മറുപടി ഉണ്ട്. ഇപ്പൊ 7th സ്റ്റാൻഡേർഡിൽ സൂപ്പർ ഡാൻസർ ജൂനിയർ ചെയ്തു. അതിന് പോയി പങ്കെടുത്ത് അതിൽ ചെറിയ ഒരു പേര് കിട്ടിയപ്പോൾ അതിൽ ഹലോ കുട്ടിച്ചാത്തൻ സീരിയലിൽ വിളിച്ചു. അത് ചെയ്തു കഴിഞ്ഞ് ചെറിയ പേര് കിട്ടിയപ്പോൾ അൻവറിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. താന്തോന്നിയിൽ ചെയ്തു, അൻവറിൽ ചെറിയ ക്യാരക്ടർ ചെയ്തു. സൗബിനായിട്ട് പരിചയം വന്നു, സൗബിൻ ഷായറായിട്ട് പരിചയം വന്നു. സൗബിക്കാട് ആ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് തന്നെ അന്നേ റസൂലിന് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് മാറിയപ്പോഴത്തേക്കും അബിക്കാടെ മോനുണ്ട്, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. രാജീവ് സാറായിട്ട് കണക്ഷൻ വന്നു. രാജീവ് സാറിനായിട്ട് നല്ലൊരു ആത്മബന്ധം വന്നു. രാജീവ് സാർ കിസ്മത്ത് വന്നു. ഇങ്ങനെ കിസ്മത്തിന് ശേഷം ഇപ്പം ഇവിടം വരെ നിൽക്കുന്നു. ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ 25ാമത്തെ പടമാണ് പൾട്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സിനിമ എൻ്റെ ജോലി ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്നെ തന്നെ അന്വേഷിച്ചു എന്ന് അതിനുവേണ്ടി മാത്രമായിട്ട് സമയമൊന്നും കണ്ടെത്തി ചെയ്യുന്നൊന്നുമില്ല. എല്ലാം ജീവിതത്തിൻ്റെ പാർട്ടാണല്ലോ. ഇതിനെ ഞങ്ങൾ 2 രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടി ഒരു സമയം, ജോലിക്ക് വേണ്ടി വേറൊരു സമയം ഒന്നും പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതാണ്.